റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ കാസർഗോഡ് കാലിക്കടവ് MDMA വേട്ടയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രതികളെ പിടികൂടുമ്പോൾ സാക്ഷികളായി ഒപ്പുവെച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. യൂത്ത് കോൺഗ്രസ് പീലിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, വൈസ് പ്രസിഡന്റ് സന്ദീപ് ഉൾപ്പെടെ 4 പേരാണ് സാക്ഷികൾ. സമീപത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ വിവരമറിഞ്ഞ് പോയതാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം. അരുൺ പൂപ്പറമ്പ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നമുക്കറിയാം ഈ ഒരു കേസിൽ പിടിയിലായിട്ടുള്ള ആളുകളെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. UDFന്റെ മുതിർന്ന നേതാക്കളുമായും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനുമായും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ പ്രതികളായ ഒരു കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഈ സാക്ഷികളായി ഒപ്പിട്ടതിൽ അസ്വാഭാവികതയുണ്ടോ? ഇവരുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ വിശദീകരണം തൃപ്തികരമാണോ അരുൺ? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലാതിർത്തിയായിട്ടുള്ള കാലിക്കടവിൽ വെച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ ലഹരിവേട്ട ഉണ്ടായത്. 139 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ഈ പ്രതിപട്ടികയിലുള്ളവർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. മുഖ്യമന്ത്രി VD സതീശനുമായി നേരിട്ട് ബന്ധമുള്ള ഉൾപ്പെടെയുള്ളവരാണ് ആ പ്രതിപട്ടികയിലുള്ളത്. ഈ ലഹരിവേട്ട നടക്കുമ്പോൾ, അതായത് ദേശീയപാതയിലാണ്, അവിടെ വാഹനം തടഞ്ഞു വെച്ചാണ്, ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു വെച്ചാണ് പോലീസും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും ഇവരെ പിടികൂടിയത്. ആ സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്ന, അതായത് ഈ പിടികൂടുന്ന ആ ഘട്ടത്തിൽ ആ സ്പോട്ടിലേക്ക് എത്തിയവർ, ആ സ്ഥലത്തേക്ക് ഇതറിഞ്ഞു വന്നവരാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ. ഇവരെയാണ് ഈ മെഹസർ തയ്യാറാക്കുമ്പോൾ പോലീസ് സാക്ഷികളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെഹസർ തയ്യാറാക്കുമ്പോൾ അവർ അതിൽ ഒപ്പുവെക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പിലിക്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സന്ദീപ്, പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് നവനീത് ചന്ദ്രൻ, M രഞ്ജിത്ത്, ഈ നാല് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ സാക്ഷികളായി അതിൽ ഒപ്പുവെച്ചത്. അതിൽ അവർ പറയുന്ന വിശദീകരണം, ഇത്തരം ഒരു ലഹരിവേട്ട അവിടെ നടന്നു എന്ന് ഇവർ അറിഞ്ഞു. അതിന് തൊട്ട് സമീപത്ത് തന്നെ കാലിക്കറ്റ് ടൗണിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഈ സംഭവം അറിഞ്ഞാണ് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ പോലീസ് സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ മെഹസർ തയ്യാറാക്കുമ്പോൾ അതിൽ സാക്ഷികളായി ഒപ്പുവെച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം. മറ്റേതെങ്കിലും തരത്തിൽ ആ ഘട്ടത്തിൽ ഇവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണെന്നോ നേതാക്കളാണെന്നോ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് പ്രാദേശികമായി യൂത്ത് കോൺഗ്രസ് പെട്ടെന്ന് തൊട്ട് അപ്പുറത്തെ ഒരു പരിപാടി നടക്കുന്നു, അങ്ങനെ അപ്രതീക്ഷിതമായി അവിടെ എത്തിപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു ലഹരിവേട്ട നടന്നിട്ടുണ്ട് എന്നറിഞ്ഞും മനഃപൂർവ്വം അങ്ങോട്ട് പോവുകയായിരുന്നു എന്നാണോ അവർ പറഞ്ഞത്? അപ്പോൾ അവിടെ പോയ സമയത്ത് ഇത്തരത്തിലൊരു സാക്ഷിയായി ഒപ്പിടേണ്ട ഒരു സാഹചര്യം വന്നു, അങ്ങനെ ഒപ്പിട്ടു. അപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ഈ ഹുസൈൻ, അബ്ദുൽ സലാം ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇവർക്ക് മുൻപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ വിശദീകരണം? ഷിഹാസ്, നമുക്കറിയാം ഇത്തരത്തിൽ ഈ ലഹരി മരുന്നൊക്കെ പിടികൂടിയാൽ അത് റോഡരികിലൊക്കെയാണ് പലപ്പോഴും ഈ വാഹന പരിശോധനയ്ക്ക് സമയത്തൊക്കെ ലഹരി മരുന്ന് പിടികൂടിയാൽ അവിടെ ഇത് അറിഞ്ഞ് എത്തുകയോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ആ സമയത്ത് ഉണ്ടാവുന്നവരെ ഈ മെഹസർ തയ്യാറാക്കുമ്പോൾ പോലീസ് അവരെ സാക്ഷികളായി രേഖപ്പെടുത്താറുണ്ട്. അവർ ഒപ്പുവെച്ചതിന് ശേഷമാണ് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാറുള്ളത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നമുക്കൊപ്പം ചേരുകയാണ്. രജീഷ്, ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത അത് MDMA വേട്ടയാണ്. അത് ഇത്ര വലിയ ഒരു ചർച്ചയായി മാറാനുള്ള കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പിടിയിലായിട്ടുള്ള ഹുസൈനും അബ്ദുൽ സലാമും ഉൾപ്പെടെയുള്ള 3 പേരും. അതിൽ തന്നെ ഒരു ഹുസൈനും മുഖ്യമന്ത്രി VD സതീശുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം, ഇത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇത് കേരളത്തിന് മൊത്തം ഇന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരല്ല, പ്രധാനപ്പെട്ട ചില നേതാക്കളാണ്, കാസർഗോഡുള്ള ചില നേതാക്കളാണ്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇതിൽ അസ്വാഭാവികതയുണ്ടോ? അല്ല, ഒരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി ഇതിലുള്ള എല്ലാ കള്ളിയും വിളിച്ചു വരികയാണ്. കാരണം ഈ പ്രതികൾ നേരത്തെ തനിക്ക് ബന്ധമില്ല, നേരത്തെ അറിയില്ല എന്നെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ നവകേരള സദസ്സിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇവരുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും നമ്മുടെ മുന്നിലില്ല. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടു ഈ സാക്ഷികളെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ ഈ പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അതിനെല്ലാം സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്.
കാരണം ഇങ്ങനെ ഇത്രയും പ്രമാദമായ ഒരു വിഷയത്തിൽ MDMA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ടുന്ന സാക്ഷികളുടെ ഉൾപ്പെടെ ഗൗരവത്തിൽ സ്വീകരിക്കേണ്ട സമീപനത്തിന് പകരം ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ എങ്ങനെ സാക്ഷിയായി വന്നു എന്നത് വളരെ ഗൗരവത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ശരി, ശ്രീ രജീഷ്, ഒരൊറ്റ കാര്യം, ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ സാക്ഷികളായി ഒപ്പുവെച്ചിട്ടുള്ള അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളാണ്, പ്രധാനപ്പെട്ട നേതാക്കളാണ്. അത് താങ്കൾക്ക് നേരിട്ട് അറിയുന്ന ആളുകളാണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു വിശദീകരണം, തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലഹരിവേട്ട ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയുന്നു. അങ്ങനെ അവിടേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നേരത്തെ അരുൺ പൂപ്പറമ്പ പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ പരിസരത്തുള്ള ആളുകളെയാണ് ആ സമയത്ത് സാക്ഷികളായി ഒപ്പുവെപ്പിക്കുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണെന്നാണ് അവർ പറയുന്നത്. അതായത് നേരത്തെ ഈ പറഞ്ഞ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളുമായി യാതൊരു മുൻപരിചയവുമില്ല എന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു അവകാശവാദം. വിശ്വസനീയമാണോ? അല്ല, ഇതിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസ് ഇതിന് മുമ്പ് സ്വീകരിച്ച സമീപനം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം, അതായത് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഉള്ള പ്രശ്നത്തിൽ ഒരു പ്രത്യേക താല്പര്യം എന്താണ്? അപ്പൊ അതിൽ സാക്ഷികളായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ വരുമ്പോൾ സംശയിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇത് നാളെ ഏത് നിലയിൽ ഈ കേസിനെ സമീപിക്കുമെന്നതെല്ലാം വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ സാന്ദർഭികമായി എത്തിയെന്ന് പറയുന്നതൊന്നും അത്ര വിശ്വസനീയമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ശരി.